ഈ ബസ് കേരളത്തിന്റെ അതിർത്തി വിട്ടിട്ടിപ്പോ മണിക്കൂർ 4 ഇനി പറ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഡ്രൈവർക്ക് പുറമെ 2 പേരാണ് വണ്ടിയിലുണ്ടായിരുന്നത്. എന്നെ എവിടെ കൊണ്ടുപോവുകയാണ് എന്ന് ഞാൻ ചോദിച്ചു. ദോഷം പറയരുതല്ലോ, അവന്മാരുള്ള സത്യം എന്ന് പറഞ്ഞു. കൊന്ന് കൊക്കയിലെറിയാൻ കൊണ്ടുപോകാടാ നായെ എന്നൊരുത്തൻ. നിനക്ക് കറണ്ട് ഭാർഗവനെ നന്നാക്കണം അല്ലേടാ ചെറ്റെ എന്ന് മറ്റവൻ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കൊക്ക എടുക്കാറാവുമ്പോ അവന്മാരെന്നെ തട്ടും. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയെ മനസ്സിൽ ധ്യാനിച്ച് ഞാനൊരു പ്രയോഗം അങ്ങ് ചെയ്തു. ഒരുത്തന്റെ അസ്ഥാനത്ത് കയറി ഒരു മരണപ്പിടുത്തം, മറ്റവന്റെ ചെവി ആഞ്ഞൊരു കടി. 2 പേരുടെ മരണവെപ്രാളത്തിലുള്ള നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഡ്രൈവറുടെ നിയന്ത്രണം വിട്ടു. വണ്ടി ഒരു മരത്തിലിടിച്ചു. ഞാൻ റോഡിൽ തെറിച്ച് വീണു. പിന്നെ ഒരു ഓട്ടമായിരുന്നു. അവിടുന്ന് കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോ ഒരു ലോഡ്ജ് കണ്ടു. ഭാഗ്യത്തിന് അവിടെ ഒരു മുറി കിട്ടി. അവിടുന്നാണ് ഞാൻ അലിയെ വിളിച്ചത്. കേരളം ഒരു ഭീകര സ്ഥലം തന്നെ അലി. സത്യത്തിൽ ലോഡ്ജിൽ വരാൻ എനിക്ക് ഭയമുണ്ടായിരുന്നു. ഭാർഗവനും ഡോക്ടറും കൂടി എന്നെ കൊല്ലാനുള്ള വല്ല പദ്ധതി ഇടുമെന്ന് ഞാൻ സംശയിച്ചു. പക്ഷെ ഡോക്ടറുടെ പൊട്ടിക്കരച്ചിൽ കേട്ടപ്പോ എനിക്ക് മനസ്സ് കഴിച്ചില്ല. പ്രതീക്ഷിക്കാത്ത നേരത്ത് സുനാമി തിരമാലകൾ വന്നപ്പോ മത്സ്യത്തൊഴിലാളിയും IAS ഒരേപോലെ നിലവിളിച്ചോണ്ടാണോ ഓടിയത്. മരണത്തിന് മുമ്പിൽ മനഃശാസ്ത്രത്തിനും കൂലിവേലക്കാരനും വ്യത്യാസമില്ല. കറണ്ട് ഭാർഗവനെ നന്നാക്കും എന്ന് SP രാമനാഥനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെ എന്നെ കൊല്ലാൻ വന്നവന്മാരറിഞ്ഞു? ഭാർഗവനെ നല്ലവനാക്കുകയോ? ചുമ്മാ തട്ടിവിട്ടതാടോ ഞാൻ. എന്തായാലും ഈ ജന്മത്തിൽ ഇനി കേരളത്തിലേക്കില്ല. ഡിണ്ടിക്കൽ ചെല്ലുമ്പോ ട്രപ്പീസ് വേലായുധനെ കണ്ടില്ലെങ്കിൽ ബാക്കി പരിപാടി അപ്പൊ ആലോചിക്കാം. ജംബോ സർക്കസ് ഡിണ്ടിക്കലിൽ കളിക്കുന്നുണ്ടെന്ന വിവരം കിട്ടിയല്ലോ. ജംബോ അവിടെ ഉണ്ടെങ്കിൽ വേലായുധേട്ടൻ അവിടെ ഉണ്ടാവും. ஹலோ ஹலோ ட்ரிப்பிஸ் வேலாயுதன் சாரா உள்ள இருக்கிறார் அனுப்புறேன். വേലായുധേട്ടാ, ഇത് ഞാനാ അലി. എടാ മോനെ അലി, ഇതെങ്ങനെയാടാ നീ ഇവിടെ എത്തിപ്പെട്ടത്? അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് വേലായുധേട്ടനൊന്ന് കാണണമെന്ന് തോന്നി. വേറൊരു ചെറിയ കാര്യമുണ്ട്. നീ ഇപ്പോഴാ പൊങ്ങച്ചക്കാരൻ ഡോക്ടറുടെ കൂടെ തന്നെയാണോ ജോലി ചെയ്യുന്നത്? ആര് പറഞ്ഞു ഡോക്ടർ പൊങ്ങച്ചക്കാരനാണെന്ന്? നാട്ടിൽ വെച്ച് കണ്ടപ്പോ ഒരിക്കൽ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അമേരിക്കയിൽ പഠിച്ചതും ജോർജ് ബുഷിന് ഷേക്ക് ഹാൻഡ് കൊടുത്തതും ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ കോന്തനെ കുറിച്ച് ഓർമ്മയില്ലേ? അതും പറഞ്ഞ് അന്ന് നമ്മൾ എത്രയാണാ ചിരിച്ചത്. അതൊക്കെ പോട്ടെ വേലായുധേട്ടാ, ഇതെന്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഇവൻ നിന്റെ സുഹൃത്താ? ഇതെന്ത് സാധനം, എന്ത് വേഷം? അയ്യേ വൃത്തിയേട്. ആദ്യം ഇവനോട് പോയി മുടി വെട്ടിയിട്ട് വരാൻ പറ. അതെ, മൂപ്പര് തലയിൽ ഇത്രയും വലിപ്പത്തുള്ള 5-6 മുഴകളുണ്ട്. അത് കാണാതിരിക്കാനാ മുടി വളർത്തിക്കുന്നത്. അപ്പഴേ വേലായുധേട്ടാ, ഞാൻ പറഞ്ഞ വേലായുധേട്ടൻ തട്ടിക്കളയാലെന്ന് ഉറപ്പ് കൊടുത്തിട്ടാ ഇയാളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്. എന്തെങ്കിലും ജോലി തരപ്പെടുത്തി കൊടുക്കണം. സർക്കസ് ഐറ്റം വല്ലോ അറിയാമോടെ? വേണമെങ്കിൽ പഠിക്കാമെന്നുള്ള അവസ്ഥയില്ല അല്ലേ? ഈ പ്രായത്തിൽ ഇവനിനി എന്ത് പഠിക്കാൻ? ഇതുവരെ എന്ത് ജോലിയാടാ ചെയ്തിരുന്നത്? ഞാനൊരു ഡോയാ? അതെന്ത് ജോലി? ഡോർ ടു ഡോർ ഡെലിവറി, ഒരു കമ്പനിയുടെ സാധനങ്ങൾ. ആ കമ്പനി ഇപ്പൊ എവിടെ പോയി? സുനാമി വന്നപ്പോ ഒലിച്ചു പോയി. സുനാമി വന്നു പോയിട്ട് കാലം എത്ര ആയടോ? അന്നു മുതൽ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു വേലായുധേട്ടാ. ഈ മൂശേട്ടെ കണ്ട ആരും ജോലി കൊടുക്കില്ല, അത് തന്നെ കാര്യം. പറയുന്ന എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണോ? ചിലപ്പോ മാനേജറുടെയും എന്റെയും തുണിയൊക്കെ അലക്കേണ്ടി വരും. ഇഷ്ടമുണ്ടെങ്കിൽ മതി. പണിയൊന്നും അറിഞ്ഞൂടാത്തവന് വേറെന്ത് പണി? അല്ല, ഈ അസിസ്റ്റന്റ് മാനേജർ ഒഴിവെച്ചെന്നുണ്ടല്ലോ, വന്ന് കേറി അവിടെ അസിസ്റ്റന്റ് മാനേജർ ആവണം അല്ലേ? തുണി അലക്കാനും. തൽക്കാലം ഒളിച്ചു താമസിക്കലാണ് നമ്മുടെ ഉദ്ദേശം. മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഡോക്ടർ പെട്ടെന്ന് അതെല്ലാം മറന്നു. അല്ല, അത് ശരിയാ. അതിനേക്കാളും വലുതായിട്ട് ഇനി എന്ത് വരാം? എനിക്കിപ്പോ തന്നെ മടങ്ങണം. ഭാര്യ മോന് പേടിക്കും. ക്ലിനിക്കിൽ വരുന്ന രോഗികളോട് എന്ത് പറയണം? എന്ത് പറയാ? ഡോക്ടർ മരിച്ചുപോയി എന്നൊരു ബോർഡ് എഴുതി വെച്ചേക്ക്. സാർ ഇവിടെ? ഡോക്ടർ എവിടെയല്ലേ? ഒരു പിടിയില്ല സാർ. ഇന്നും രാവിലെ ഞാൻ ക്ലിനിക്കിന്റെ മുമ്പിൽ നിന്ന് കാത്തു നിന്നു. ഡോക്ടർ വന്നില്ല.
കാണാതായിട്ട് 4-5 ദിവസമായിട്ടും ഡോക്ടർ ഇവിടെ നിന്ന് അന്വേഷിച്ചില്ലേ? ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാണ് സാറേ? ഡോക്ടറുടെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ വരുന്നില്ലേ? അത് ഞാൻ ആലോചിച്ചില്ല. സാറ് വീട്ടിൽ അന്വേഷിച്ചു കാണുമല്ലോ, അതുകൊണ്ട് സാറിനോട് ഞാൻ അന്വേഷിക്കുകയാണ്. ഡോക്ടർ എവിടെ? എന്നാ ഞാൻ സത്യം പറയാം സാർ, വീട്ടിൽ പോയി അന്വേഷിക്കാതിരുന്നത് ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ അകത്ത് നിൽക്കുക കരണ്ട് ഭാർഗവൻ, ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ஜம்போ ரஷ்யன் சர்க்கஸ் உங்கள் அனைவரையும் வண்ணமயமான அணிவகுப்புகளோடு வரவேற்கிறது. അത് ശരി. അകത്ത് കളി നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിലാണോ തന്റെ തീറ്റ? ഉച്ചക്ക് കിട്ടിയത് കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ല. ഇതൊരു നേപ്പാളി തന്നതാ. എന്നാലേ നാളെ മുതൽ തനിക്ക് ഇലയിട്ട് സദ്യ വിളമ്പി തരാം. വന്ന് പെട്ടെന്ന് വേഷം മാറും. വേഷം മാറാനോ? എന്തിന്? തന്റെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ നേരമില്ല. മതി കഴിച്ചത്. അല്ല, വിശക്കുമ്പോ എന്തെങ്കിലും കഴിക്കണ്ടേ? ഇങ്ങോട്ട് വരാനോ പറഞ്ഞത്? ഒരു ഐറ്റം ചെയ്യണം. രാജേഷ് തിവാരി പനി പിടിച്ച് കിടപ്പില്ല. ഈ പീരങ്കിക്കകത്തോട്ട് കയറി. അയ്യോ, ഇതിനകത്തോ? ഞാൻ സർക്കസ് പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇതിലെന്ത് പഠിക്കാനിരിക്കുന്നു? ചുമ്മാ കയറി കിടന്നാ മതി. അന്നവന്മാര് കൊന്നാ മതിയായിരുന്നു, ഒറ്റയടിക്ക് തീർന്നു. ഇത് കൊലയാണല്ലോ. കിടന്ന് പിറുപിറുക്കാതെ കേറടാ കഴുത. बहुत अच्छा भाई और बहनों, द ग्रेट इंडियन पीरंगी जंप. എഴുന്നേറ്റ് താഴെ വരാൻ. താഴെ വരാൻ. കുത്തബ് മീനാർ വടകരയിലാണോ? അതെ അതെ അതെ, പണ്ട് മുതലേ അവിടെ തന്നെ. മോമ്പാ. വേലയിതാ, ഇവന്റെ ഫോളിംഗ് അസലായിരുന്നു. താങ്ക് യു സർ. ഓഡിയൻസിന് കണ്ണ് തള്ളിപ്പോയി. എന്റെ തിവാരിയുടെ പനി മാറിയാലും ഇനി ഈ ഐറ്റം ഇവൻ തന്നെ ചെയ്താൽ മതി. ഓക്കെ സർ. അടുത്ത തവണ വീഴുമ്പോ തല കുത്തി വീണ ഒന്നും കൂടെ നന്നായിരിക്കും. അത് ഈസി ആയിട്ട് ചെയ്യിക്കാം. ഇവനാണൊരു അഭ്യാസിയാ ഇല്ലേടാ? പോലീസിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക. കരണ്ട് ഭാർഗവനെ ഉടൻ അറസ്റ്റ് ചെയ്യുക. അണ്ണാ, ഭാർഗവണ്ണ, അണ്ണോ, ഇയാളിത് എവിടെ പോയി കിടക്കുക? ഭാർഗവണ്ണ, പതുക്കെ വിളിക്കടോ. വല്ലവനും കണ്ടുപിടിച്ചാ പിന്നെ ഇവിടെ നിന്ന് ഓടേണ്ടി വരും. എന്തായി? അപ്പം മോട്ടോറേഷൻ കിട്ടിയോ? കിട്ടിയില്ലെണ്ണ. കപ്പ ആയില്ല മുളക് കിട്ടതും ഈ നേരത്തെ അതൊക്കെ എവിടെ കിട്ടാനാണ്? എല്ലായിടത്തും തിരക്കിയോ? അതെങ്ങനാ? മുട്ട റോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട് ടൗൺ മുഴുവൻ തെണ്ടാനൊക്കുവോ? 2 പരിപ്പോടെയുണ്ട്. ഇത് തിന്നേച്ചേ കുറച്ച് പച്ചവെള്ളം കുടിച്ചാൽ മതി. പരിപ്പോടെ? അതെ, പരിപ്പോടെ തന്നെ. മോശപ്പെട്ട ഒരവസ്ഥ വരുമ്പോ മനുഷ്യൻ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ജബ്ബാറേ. അതെ, ജബ്ബാറ് തന്നെ. വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഒരയില മുളകിട്ടത്. കുറെ കാലമായില്ല അയില തിന്നാൻ തുടങ്ങിയിട്ട്. ഇതുവരെ മടത്തില്ലേ? അപ്പൊ നിങ്ങൾക്കും എന്നെ വിലയില്ലാതായി. അണ്ണാ, ടൗണിലെ മുഴുവൻ അണ്ണനെതിരെ ജാഥയും പൊതുയോഗവും നടക്കുക. കറണ്ട് ഭാർഗവനെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ആളുകൾ അലറി വിളിക്കുക. പാത്തും പതുങ്ങിയ ഞങ്ങൾ ഈ പരിപ്പിട തന്നെ ഒപ്പിച്ചത്. അണ്ണന്റെ ആൾക്കാരാണ് ഞങ്ങളെന്ന് വലിയൊരു തിരിച്ചറിഞ്ഞാൽ. കണ്ണപ്പം പറഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ജബ്ബാറ് അണ്ണാ, അണ്ണനോട് എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അണ്ണനൊന്ന് ആലോചിച്ച് നോക്കിയേ. മര്യാദയ്ക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് നാളെത്രായി. ഇവിടുത്തെ കൊതു കടിച്ചിട്ടാണ് മേലാകെ ചൊറിച്ചില്ല.
ഇനി അങ്ങോട്ട് എന്താവും ഒരെത്തും പിടിയില്ല വാൻ. ടൗണിൽ പോയപ്പോ ഞങ്ങൾ ആലോചിച്ചതാ ബാർബർ ഷോപ്പിൽ കയറി മുടി പറ്റി അങ്ങ് വെട്ടിച്ചാലോന്ന്, ആളറിയാതിരിക്കാൻ. ഒരു ഉപദേശം ചോദിക്കാമെന്ന് വെച്ചാ ഡോക്ടറെയും കാണാനില്ല. മണ്ടത്തരം പറയാതെണ്ണ, ഇത്രയും കാലമായിട്ടും അയാൾ എന്ത് പിന്നാക്ക ചെയ്തത്? പിന്നെന്താണോ വഴി പന്നികളെ? ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വേലായുധേട്ടാ, എനിക്ക് നടുവേദനയുണ്ട്, അതുകൊണ്ട് അടുത്ത ഷോയ്ക്ക് ഞാൻ കയറിക്കോളാം. ഈ കളി കഴിയുമ്പോ നടുവേദനയൊക്കെ താനേ മാറിക്കൊള്ളു. ഇവിടെ 30 വർഷമായി ഞാൻ ട്രപ്പീസ് കളിക്കാൻ തുടങ്ങിയിട്ട്. താനൊക്കെ ജീവിതത്തിൽ ട്രപ്പീസ് കളിച്ച് തടി തപ്പാൻ നോക്കുന്ന ജാതി. തുണി അലക്കാനും കക്കൂസ് ഇടാനും പറഞ്ഞാൽ അനുസരിക്കില്ല. ഇങ്ങനെ തിന്നു മുടിക്കാനായി മാത്രം ഒരുത്തന്നെ ഇവിടെ ആവശ്യമില്ല. ഓഡിയൻസിനെ നോക്കി കൈവീശി കാണിക്കണ കഴുതേ. മതി മതി, കേറങ്ങോട്ടോ. மீண்டும் மீண்டும் பார்க்க தூண்டும் உங்கள் நெஞ்சை விட்டு மாறாத இந்த பீரங்கி ஐட்டம் ஜம்போ ரஷ்யன் சர்க்கஸ். Hey!